കോതമംഗലം വടാട്ടുപാറ റോഡിന്റെ മൂന്നാം ഘട്ട നവീകരണം പൂർത്തിയായി. കീരമ്പാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള ഭാഗമാണ് മൂന്നാം ഘട്ടത്തിൽ നവീകരിച്ചത്. 5 കോടി ചെലവഴിച്ചാണ് നവീകരണ ജോലികൾ പൂർത്തിയാക്കിയത്. 3 ഘട്ടങ്ങളിലായി 22 കിലോമീറ്റർ റോഡാണ് ആകെ നവീകരിച്ചത്. കോതമംഗലം വടാട്ടുപാറ റോഡിന്റെ മൂന്നാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായാണ് കീരമ്പാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള റോഡ് ഭാഗം നവീകരിച്ചത്. 5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ ജോലികൾ പൂർത്തിയാക്കിയത്. കീരമ്പാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള 4.5 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന റോഡ് 5 മീറ്റർ വീതിയിൽ നിന്നും 7 മീറ്ററായി വർദ്ധിപ്പിച്ച് BM&BC നിലവാരത്തിലാണ് ടാറിംഗ് നടത്തിയത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ കോതമംഗലം മുതൽ കീരമ്പാറ വരെ 6 കിലോമീറ്റർ ഭാഗം 6 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിരുന്നു. കോതമംഗലം വടാട്ടുപാറ റോഡിന്റെ അവസാന റീച്ചിൽ ഭൂതത്താൻകെട്ട് മുതൽ വടാട്ടുപാറ പലവൻപടി വരെയുള്ള 10 കിലോമീറ്റർ റോഡും 5 കോടി രൂപ ചെലവഴിച്ച് നേരത്തെ നവീകരിച്ചിരുന്നു. ഈ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഭൂതത്താൻകെട്ട് മുതൽ വനമേഖല വരുന്ന പ്രദേശത്ത് ടാറിങ്ങും പുറമെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് വീതിയും വർദ്ധിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് കീരമ്പാറ മുതൽ ഭൂതത്താൻകെട്ട് വരെ വരുന്ന പ്രദേശം 5 കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ നവീകരിച്ചത്. ഈ ഭാഗത്തെ BM&BC ടാറിങ്ങും CD വർക്കുകളും ട്രാഫിക് സേഫ്റ്റിയുടെ ഭാഗമായുള്ള വർക്കുകളും ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിച്ചിരുന്നു. തുടർച്ചയായുള്ള ഐറിഷ് വർക്കുകളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. കോതമംഗലം മുതൽ വടാട്ടുപാറ വരെ വരുന്ന 22 കിലോമീറ്റർ റോഡാണ് 3 ഘട്ടങ്ങളിലായി 16 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. കോതമംഗലം നഗരസഭ പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് ഭൂതത്താൻകെട്ട്, വടാട്ടുപാറ, ഇടമലയാറടക്കമുള്ള ടൂറിസം മേഖലയിലേക്കുള്ള പ്രധാന യാത്രാമാർഗം കൂടിയാണ്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ഈ മേഖലയിലെ ഏറ്റവും സുപ്രധാന വികസന പദ്ധതികളിലൊന്നാണിതെന്ന് മുൻ MLA ആന്റണി ജോൺ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.